നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമുക്കൊരു പ്രഷർ പമ്പ് കിട്ടിയത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതും രാവിലെ പൊക്കി പിടിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ അമ്മോ, എപ്പോൾ തുടങ്ങിയ പരിപാടിയാണെന്നറിയോ, ഇതുവരെ തീർന്നിട്ടില്ല. പക്ഷെ തറയൊക്കെ നല്ല വൃത്തിയായിട്ടോ, അത് വേറെ കാര്യം. എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, നമ്മുടെ റോഡെല്ലാം കുത്തിപ്പൊളിച്ചിട്ടൊക്കെയല്ലേ. അപ്പോൾ അതിൽ കൂടെ വരുന്ന സ്കൂട്ടറും കാറും നമ്മളും ചവിട്ടി തൊഴിച്ചെല്ലാം വീണ്ടും കയറും. ഇന്ന് വൈകുന്നേരം തന്നെ ഈ തറയുടെ അവസ്ഥ വീണ്ടും പഴയപടിയാവും കേട്ടോ. പിന്നെ വൃത്തിയാക്കുന്ന ഒരു വീഡിയോ നമുക്ക് എടുക്കണ്ടേ, അതുകൊണ്ടാണ് ചെയ്യാമെന്ന് പറഞ്ഞ് ഇറങ്ങിയത് കേട്ടോ. ഇറങ്ങിയാൽ പിന്നെ നമുക്ക് അത് ഫുൾ നീറ്റാക്കുന്നവർ ഒരു റെസ്റ്റും കാണത്തില്ല. ഒരു ഇൻ്റർലോക്ക് തന്നെ കഴുകാൻ എത്ര സമയം എടുക്കുന്നു എന്ന് നോക്കിയേ. അത്രയ്ക്ക് വേണ്ടി ചെളിയും പൊടിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കാറ് കഴുകി, അങ്ങനെ കുറേ പരിപാടികളുണ്ടായിരുന്നു. ഇന്ന് കുക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് ഏട്ടൻ നേരെ കള്ളിക്കാട് വീട്ടിൽ പോയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫ്രീ ആയിട്ട് നിന്ന് ഈ വക പരിപാടികൾ ചെയ്യുന്നത്. ഒരു ടാങ്ക് വെള്ളവും എൻ്റെ കുറേ സമയവും പോയപ്പോഴേക്കും നമ്മുടെ തറയും മറ്റുമൊക്കെ വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ ഈ പ്രഷർ പമ്പ് നമുക്ക് മലപ്പുറം കൊണ്ടോട്ടിൽ നിന്ന് സ്മാർട്ട് പവർ ടൂൾസിൽ നിന്നാണ് അയച്ചിട്ടുള്ളത്. 5800 രൂപയാട്ടോ ഈ സാധനത്തിൻ്റെ വില. അവർ ഓഫർ പ്രൈസിന് കൊടുക്കുന്നത്. ഓൾ കേരള ഫ്രീ ഡെലിവറി ഉണ്ട്. 6 മാസം വരേക്കും കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും സർവീസ് സെൻറ്ററും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വാറൻറ്റി തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ ബജാജ് ഫിനാൻസിൻ്റെ EMI ഓപ്ഷനൊക്കെ അവർക്ക് അവൈലബിൾ ആട്ടോ. ഹ്യൂഗർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ആണ് ഈ ഒരു പവർ പമ്പ് പ്രഷർ പമ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം. ആവശ്യമുള്ളവർക്ക് അവരുടെ നിന്ന് വാങ്ങി ഷോപ്പ് ചെയ്യാവുന്നതാണേ. പായലൊക്കെ അടിച്ച് കളയാനൊക്കെ നല്ല യൂസ്ഫുൾ ആട്ടോ. കാറ് കഴുകാനും ഒക്കെ കൊള്ളാം. എല്ലാത്തിനും മൊത്തത്തിലും നല്ലൊരു സാധനമാണ്. എനിക്ക് തോന്നുന്നു ഒരു വീട്ടിൽ അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് ഇതെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കേട്ടോ. സാധാരണ ഇതിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ റെൻറ്റിന് എടുക്കാറായിരുന്നു കേട്ടോ പതിവ്. പക്ഷേ ഇപ്പോൾ ഞാൻ വാങ്ങിച്ചപ്പോൾ ഒരു സമാധാനമുണ്ട്. സമാധാനം മീൻസ് ഇനി റെൻറ്റിന് എടുക്കണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം, എൻ്റെ കയ്യിൽ സ്വന്തമായിട്ടുണ്ടല്ലോ എന്നുള്ളൊരു അഹങ്കാരം ആണ് ഞാൻ ഉദ്ദേശിച്ചത്. നടു ഒടുങ്ങി മക്കളെ. എൻ്റെ അമ്മ ഇപ്പോൾ തുടങ്ങിയ പരിപാടി 12:30 മണിയായി കഴിഞ്ഞപ്പോൾ കാലും കയ്യും ദേഹമൊക്കെ വേദനിക്കുന്നു. ഇനി ഒരു സൈഡ് കൂടെ ഉണ്ട് കേട്ടോ, അത് ഞാൻ ചെയ്യാത്തത് തന്നെ. കാരണം ഇന്ന് വൈകുന്നേരം ഞാൻ കാഴ്ച കാണിച്ചു തരാം. വീണ്ടും സ്കൂട്ടറിൽ നമ്മൾ നടന്ന് കയറുന്നതൊക്കെ ചെളി വീണ്ടും കയറിയിട്ട് പഴയ പടിയാവും കേട്ടോ. കാരണം അവിടെ ഫുൾ കുത്തിപ്പൊളിച്ചിട്ടൊക്കെ അല്ലേ, ആ ചെളിയല്ലേ വീണ്ടും ചവിട്ടി കയറുന്നത്. എനിക്ക് പണി പാളി വയ്യ. ഞാനൊന്നും വച്ചില്ല കേട്ടോ. ഏട്ടൻ കള്ളിക്കാട് പോയി. അപ്പോൾ പിന്നെ ഞാനിന്ന് ഫുൾ റെസ്റ്റ്. അതുകൊണ്ടാണ് ഇത് കഴുകാൻ ഇറങ്ങിയത്. ഈ ചെളി ഇല്ലായിരുന്നെങ്കിൽ ഫുൾ കഴുകിയിട്ട് കയറത്തുള്ളായിരുന്നു. അപ്പോൾ 2-3 മണിയായാൽ ചെളി ഉള്ളതുകൊണ്ട് പിന്നെ ആ സൈഡ് ഞാൻ പിന്നെ ഒന്നും ചെയ്തില്ല. ആ സൈഡെന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെ അത് അവിടെ നിന്ന് പറഞ്ഞ വെള്ളമൊക്കെ വരും മഴ പെയ്യുമ്പോൾ. അതുകൊണ്ട് ഞാനത് അവിടെ അങ്ങനെ ഇട്ടേക്കുന്നു. എന്തായാലും ഇപ്പോൾ തറ നല്ല വൃത്തിക്ക് കിടക്കാം കേട്ടോ. ഇത് പിന്നെ ഒരുപാട് നാളായില്ലേ. അപ്പോൾ നന്നായിട്ട് കുറച്ച് സമയം കൂടി നിൽക്കാമെങ്കിൽ ഇത് വൈറ്റ് കളറിലാവും കേട്ടോ. നമ്മളധികം ഉപയോഗിക്കാത്ത സ്ഥലമൊക്കെ വൈറ്റ് കളറിലുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ മെനക്കെട്ടില്ല. ജസ്റ്റ് ഒന്ന് കഴുകി ഇറക്കിയതേ ഉള്ളൂ. എന്തായാലും വൃത്തിയായി. പക്ഷേ ഇപ്പം തന്നെ ഇത് പഴയ പടുതിയാവും. ഞാനിങ്ങനെ നടുവൊടിഞ്ഞ് വിഷമിച്ച് പണ്ടാരടങ്ങിയിരുന്നപ്പോൾ എനിക്ക് മെഹക് ബേക്സ് ആൻഡ് കേക്ക്സിൽ നിന്ന് ഒരു ഡെസേർട്ട് വന്നിട്ടുണ്ട്. വൗ, ബ്രൗണി. എനിക്ക് തോന്നുന്നു ഞാൻ ഇന്നലെ ബ്രൗണി ഉണ്ടാക്കുന്ന വീഡിയോ അവർ കണ്ടിട്ടുണ്ടാവും. എന്നോട് പറഞ്ഞു, ചേച്ചി ഞാനൊരു ഡെസേർട്ട് അയച്ചു തരാം, ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു റിവ്യൂ ഇട്ടേക്കണേ എന്ന് പറഞ്ഞു. പക്ഷെ ബ്രൗണിയാണ് വരുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല. വാവ്, താങ്ക് യു മെഹക് ബേക്സ് ആൻഡ് കേക്ക്സ്. ഇഷ്ടമായാൽ മാത്രം റിവ്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിലും എനിക്ക് എന്താ വന്നപ്പോഴും നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉറപ്പായിട്ടും ഇഷ്ടമാവും. എനിക്ക് സ്വീറ്റ്സൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. പിസ്ത ഒക്കെ ഉണ്ട് കേട്ടോ. വേദ വന്നിട്ട് ടേസ്റ്റ് ചെയ്യാം കേട്ടോ. പാവം വേദയ്ക്കാണ് ഇതെല്ലാം ഇഷ്ടം. അപ്പോൾ അവൾ വന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഓറിയോ, പിസ്ത, ആൽമണ്ട് ആൻഡ് ഐ തിങ്ക് ബിസ്കോഫ് ആണെന്ന് തോന്നുന്നത്. എനിവേ വേദ വരട്ടെ, വന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാവേ. ആക്ച്വലി ഞാൻ ഇതിൽ നിന്ന് കുറച്ച് കഴിച്ചായിരുന്നു കേട്ടോ. വേദ വന്നിട്ട് എടുക്കാമെന്ന് പറഞ്ഞ് വേദ ഇപ്പോൾ വരാറായി. പിസ്താഷ്യോ, കുനാഫ സോറി കുനാഫ. ഇത് ഓറിയോ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ബിസ്കോഫ്. സിനമൻ്റെ ഒക്കെ ടേസ്റ്റ് ചെയ്യണം. ഇത് ആൽമണ്ട് ബ്രൗണി. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളി. മെഹക് ബേക്സ് ആൻഡ് കേക്ക്സിൽ നിന്നാണ് എനിക്കിത് അയച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക്
സ്പെഷ്യൽ ഡേയ്സിനൊക്കെ ഉറപ്പായിട്ടും ഓർഡർ ചെയ്യാം കേട്ടോ. ഞാൻ ഉറപ്പായിട്ടും ഇനി നമുക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഒക്കേഷൻ വരുമ്പോൾ, നമുക്ക് ഈ കേക്കിനോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ, ഇതുപോലെ ബ്രൗണീസൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ നല്ലൊരു ബ്രൗണി, എനിക്ക് പിസ്താഷ്യോ ഇഷ്ടപ്പെട്ടു. പിസ്താഷ്യോ അല്ലല്ലോ, കുനാഫ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാം കൊള്ളാം കേട്ടോ. ഷുഗർ കട്ട് എങ്കിലും കുഴപ്പമില്ല, നല്ലത് കിട്ടിയാൽ ഞാൻ കളയില്ല. സൂപ്പർ. അപ്പം വേണമെങ്കിൽ മെഹക് ബേക്സ് ആൻഡ് കേക്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഇൻസ്റ്റാ പേജ് മെൻഷൻ ചെയ്തേക്കാവേ. വേണമെങ്കിൽ നിങ്ങൾക്ക് അവരുടെ നിന്ന് ഷോപ്പ് ചെയ്യാം. നല്ല നല്ല ബ്രൗണീസ് എനിക്കൊത്തിരി ഇഷ്ടമായി. ഞാൻ കഴിഞ്ഞ ദിവസം ബ്രൗണി ഉണ്ടാക്കുന്ന പരീക്ഷിക്കുന്ന വീഡിയോ ആ കുട്ടി കണ്ടിട്ടാണാവോ എനിക്ക് ഇന്ന് അയച്ചു തന്നത്. എന്തായാലും സംഭവം കലക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്രൗണീസ്, ഡെസേർട്ട്സ്, സ്വീറ്റ്സ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബ്രൗണീസ് കുറച്ചുകൂടി ഇഷ്ടമാണ് കേട്ടോ. സൂപ്പർ. കുറച്ച് പീസ് മാറ്റി വെച്ചിട്ട് ബാക്കി വേറെ കുട്ടിക്ക്. ഇത് വേദയ്ക്കും. വേദ പറഞ്ഞവർ നോക്കിയിരിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ കഴുകാമെന്ന് എഴുതിയത്. ബ്രൗണീസ് ഇന്നലെ നമുക്ക് അയച്ചു തരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് വേദ സ്കൂളിൽ പോയത് തന്നെ ഇന്ന് വന്നിട്ട് ബ്രൗണീസ് കഴിക്കാമല്ലോ എന്ന ആഗ്രഹത്തോടെയാണ്. യൂണിഫോം പോലെ മാറ്റരുതേ മോളെ, കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ബിസ്കോഫ് ഒരു സിനമൺ ടേസ്റ്റ് അല്ലേ അത്? ഇതിന് സിനമൺ ആണോ? ബിസ്കോഫ് അടുത്ത കഴിച്ചു നോക്ക്. ഇത് ഏറ്റവും ഇഷ്ടമായതായിരുന്നു പറയണേ. ആൽമണ്ട് നോർമൽ ബ്രൗണി. ഓറിയോ, കുനാഫ. നീ എല്ലാം കൂടെ ഒരുമിച്ച് കഴിച്ചങ്ങനെ ടേസ്റ്റ് അറിയും. ഒന്ന് കഴിച്ചിറക്കിയിട്ടെടുത്ത് കഴിയും. എനിക്കും കുനാഫടി സെയിം പിച്ചടി. പറഞ്ഞ കണക്ക് ഇരുന്നിരുന്നിരുന്നും ബോറടി ആയ കേട്ടോ. അപ്പോൾ വേദയ്ക്ക് ഇന്നും ട്യൂഷനുണ്ട്. അപ്പോൾ ട്യൂഷന് കൊണ്ടുപോകാനായിട്ട് ഇറങ്ങാണ്. പോകുന്ന വഴിക്കൊരു ചായ കുടി, അതാണ് ഇപ്പോഴത്തെ ഒരു പതിവ് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ട്യൂഷന് വേദയെ കൊണ്ടുവിടാനെന്നും പറഞ്ഞ് ഇറങ്ങുന്നത്. എന്നാൽ എന്നോട് കൊണ്ടുവിടാൻ പറഞ്ഞാൽ എനിക്കിട്ടോ മടിയാ കേട്ടോ. എനിക്ക് ഒറ്റയ്ക്കൊന്നും കൊണ്ടുവിടാൻ വയ്യ. ഏട്ടൻ ഓടിക്കുമ്പോൾ എൻ്റെ പുറകെ കയറിയിരിക്കാനാട്ടോ ഇഷ്ടം. ഇന്ന് രാവിലെ പ്രഷർ പമ്പ് വെച്ച് കഴുകി അതിൻ്റെ ചെളിയെല്ലാം ഈ ബുള്ളറ്റിൽ തെറിച്ചിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത് ഗൈസ്. അങ്ങനെ ഏട്ടൻ എന്നെ ചീത്ത വിളിക്കുകയാണ്. ബുള്ളറ്റ് ഇരിക്കുന്ന കോലം നോക്ക്, അതിലൂടെ കുറച്ച് വെള്ളം ഒഴിച്ചുകൂടായിരുന്നു എന്നൊക്കെ ചോദിച്ചു. പക്ഷേ ഞാൻ കേൾക്കാത്തതുപോലെ നിന്ന് കേട്ടോ. കാറും ഒക്കെ നല്ല രീതിയിൽ കഴുകിയിട്ടെ. അപ്പോൾ മഴ ഉണ്ട് ചെറിയ രീതിയിൽ, വലിയ ഭീകര മഴയില്ല, ചെറുതായിട്ട് പൊടി അങ്ങനെയൊക്കെ നിൽപ്പുണ്ട്. ഇന്നിപ്പോൾ കാര്യമായിട്ടില്ല. ഉച്ചയ്ക്ക് രാവിലെയൊക്കെ കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും മഴക്കാറും ചെറുതായിട്ട് പൊടിഞ്ഞ് നിൽപ്പുണ്ട് കേട്ടോ. അങ്ങനെ വേദയെ നേരെ ട്യൂഷന് വിടുകയാണ്. സത്യമല്ലേ, പണ്ട് നമുക്ക് ട്യൂഷനൊക്കെ പോകാൻ എന്തൊരു മടിയായിരുന്നു. അപ്പോൾ വേദയുടെ അവസ്ഥ അതൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. പക്ഷെ പറഞ്ഞാലും നമ്മൾ കൊണ്ടുവിടുമെന്നുള്ളൊരിതുള്ളത് കൊണ്ട് പറയാതെ പോകുന്നു എന്ന് മാത്രമായിരിക്കും. എന്തായാലും വേദ ട്യൂഷന് വിട്ടിട്ട് നേരെ സരസ്വതി വിദ്യാലയത്തിൻ്റെ ഫ്രണ്ടിൽ ഉള്ള ഒരു ചായക്കടയിലാണ് വന്നത് കേട്ടോ ഇന്ന്. അപ്പോൾ ഇന്ന് എങ്ങോട്ട് വരാനുള്ള കാരണം ഒന്ന് ജിയിൽ കയറി വീറ്റ് ബ്രെഡൊക്കെ വാങ്ങിക്കണമായിരുന്നു. അതുകൊണ്ടാണ് വേദയെ വിട്ടിട്ട് നമ്മൾ ഇതുവഴി വന്നത് ഈ സരസ്വതി വിദ്യാലയത്തിൻ്റെ ഫ്രണ്ടിലുള്ള സിംബ കഫേയിൽ വന്നത് കേട്ടോ. കുറേ നാളായിട്ട് ഞാൻ ഈ കട നോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറേ വെറൈറ്റി ചായയൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു നമുക്ക് ഇവിടെ നിന്ന് കുടിക്കാമെന്ന് പറഞ്ഞാണ് ഇവിടേക്ക് ഇറങ്ങിയത്. ഞാൻ നോക്കിയപ്പോൾ നല്ല ചായയുടെ മെനു, മോമോസ് കാര്യങ്ങളൊക്കെ കുട്ടികളൊക്കെ തിന്നുന്നുണ്ട്. സരസ്വതി വിദ്യാലയത്തിൻ്റെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് ചായ തന്നിട്ടുണ്ട്. ചായയിൽ കണ്ടോ, ചായ കൊത്ത് ഗ്ലാസ്സിലൊക്കെ ഇരിപ്പുണ്ട്. ഞാനൊന്നും പറയുന്നില്ല, ഞാൻ പറഞ്ഞാൽ ഞാൻ നെഗറ്റീവ് പറയുന്നു എന്നാവും. അതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ മനസ്സിലാക്കിക്കോളൂ. ഗ്ലാസ്സിലേക്ക് ചായ കൊത്തും പുള്ളി കൈകൊണ്ട് പിടിച്ചതിൻ്റെ പാടൊക്കെ ഉണ്ട് കേട്ടോ. ചായ കൊള്ളായിരുന്നു, നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, നല്ല ഒരു മസാല ചായയാണ് ഞാൻ പറഞ്ഞത്. ഏട്ടനൊരു മിൻറ്റ് ലൈം ടീയും പറഞ്ഞായിരുന്നു. മിൻറ്റ് ലൈം ടീയും കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ആ ചായ അത്രയും കുടിക്കാൻ തോന്നിയില്ല കേട്ടോ, നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഒരു 3/4 ഗ്ലാസ് കുടിച്ചിട്ട് ബാക്കി വെച്ചിട്ട് വന്നേ. എന്നിട്ട് ജി കയറി ഒരു ബർഗർ ബണ്ണും വാങ്ങണമായിരുന്നു, പിന്നെ സാൻഡ്വിച്ച് ബ്രെഡും വാങ്ങണമായിരുന്നു. കുറേ ദിവസമായിട്ട് വേദ ബർഗറിന് വേണ്ടിയിട്ട് പറയുകയാണ്. അങ്ങനെയാണ് ബർഗർ ബണ്ണ് വാങ്ങിയത്. അത് രണ്ടും മാത്രമേ ജിന്ന് വാങ്ങിയുള്ളൂ.
ഞാനിപ്പോൾ അധികം സ്നാക്സ് ഒന്നും അങ്ങനെ വാങ്ങാറില്ല. വേദ കുറേ നാൾ മുന്നേ വരെയും സ്കൂളിലെ സ്നാക്സ് എല്ലാം 10 മണിക്ക് കൊണ്ടുപോകായിരുന്നു. ഇപ്പോൾ ആ ഒരു ശീലം വേദയ്ക്കില്ല. അതുകൊണ്ട് അങ്ങനെ വാങ്ങാറില്ല. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ബർഗറും വീറ്റ് ബ്രെഡും മാത്രമേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ വീട്ടിൽ വീറ്റ് ബ്രെഡ് അധികം വാങ്ങാറുള്ളൂ. മറ്റേ മിൽക്ക് ബ്രെഡ് സാൻഡ്വിച്ച് ബ്രെഡൊക്കെ വാങ്ങും. എങ്കിലും വീറ്റ് ബ്രെഡാണ് കുറച്ച് കൂടുതൽ വാങ്ങുന്നത്. അപ്പോൾ ഇതെല്ലാം വാങ്ങിയിട്ട് അടുത്ത് നേരെ മോറിലേക്ക് പോവുകയാണ്. ബർഗറും സാൻഡ്വിച്ചും ഒക്കെ ഉണ്ടാക്കേണ്ട അടുത്ത സാധനങ്ങൾ മോറിലേക്ക് എത്തത്തുള്ളൂ. അതായത് ലെറ്റ്യൂസ്, ക്യാബേജ് ഒന്നും വേദയ്ക്ക് അത്ര ഇഷ്ടമല്ല. എനിക്കും ഇഷ്ടമല്ല കേട്ടോ. ക്യാരറ്റ്, ക്യൂക്കുംബർ, പിന്നെ ചീസ്, പിന്നെ ബർഗർ പാറ്റി ഒക്കെ വാങ്ങാനായിട്ട് മോറിലേക്ക് പോവുകയാണ്. അവിടെ മോറിൽ ചെന്നപ്പോൾ എല്ലാം വാടിക്കുഴങ്ങിയിരിക്കുന്ന പച്ചക്കറികളും സാധനങ്ങളും മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ പനീറും ഒക്കെ വാങ്ങണമായിരുന്നു. അതൊക്കെ വാങ്ങി. പിന്നെ നാളെ വേദയ്ക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വെജിറ്റബിൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല ചീര ഇരിക്കുന്ന കണ്ടു. അങ്ങനെ ചീരയൊക്കെ വാങ്ങി. ക്യാപ്സിക്കം എടുത്തായിരുന്നു. എല്ലാം വല്ലാതെ ഇരിക്കുന്നു. അധികം പച്ചക്കറികളും ഇല്ല കേട്ടോ. പച്ചക്കറികളും കുറവ്. ഉള്ള പച്ചക്കറികൾ അത്ര ഫ്രഷ് ആയിട്ടും ഇല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു എന്നെങ്ങാനും ഇനി സ്റ്റോക്ക് വരത്തേ ഉള്ളായിരിക്കും. സ്റ്റോക്ക് ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ടാവും. ഫ്രൈഡേയോ സാറ്റർഡേ സൺഡേ അങ്ങനെയൊക്കെ കണക്കാക്കിയിട്ടായിരിക്കും സ്റ്റോക്ക് വരുന്നത് കേട്ടോ. പിന്നെ എന്താ, ഞാൻ അവക്കേട നോക്കിയപ്പോഴേക്കും അത് നല്ല കറക്റ്റ് പാകത്തിന് ഇരിക്കുന്നുണ്ട്. പക്ഷെ അതങ്ങ് അധികം പഴുത്ത് പോയിട്ടോ. അത് ഇനി കേടാണോ എന്നൊരു ഡൗട്ട് ഉള്ളതുകൊണ്ട് പിന്നെ ഞാനത് എടുത്തില്ല. പിന്നെ വേണ്ട, ഞാൻ പറഞ്ഞില്ലേ ചീസും കാര്യങ്ങളൊക്കെ എടുത്തു. എന്നിട്ട് ബർഗർ പാറ്റി നോക്കിയപ്പോഴേക്കും അതവിടെ ഇല്ല കേട്ടോ. പിന്നെ അത് വാങ്ങിയില്ല. അതിന് നേരെ കുന്നിൽ സൂപ്പർ മാർക്കറ്റിൽ പോയി. കുന്നിൽ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്ന വഴിക്കാണ് അതിൽ വേണ്ട മയണൈസും സ്പ്രെഡിങ്ങും മീൻസ് ഒരു എന്താണ് ഒരു ഡ്രസ്സിങ് അല്ലല്ലോ, നമുക്ക് അതിനൊരു സോസും കാര്യങ്ങളൊക്കെ വേണ്ടേ, അതിനുള്ളതൊന്നും വാങ്ങിയില്ല കേട്ടോ. മയോണൈസും കാര്യങ്ങളൊന്നും വാങ്ങിയില്ല. പിന്നെ അത് കുന്നിൽ നിന്ന് വാങ്ങാമെന്ന് കരുതി. ഞാൻ ഇതെല്ലാം എടുത്തിട്ട് ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് കൂടുതലുള്ളത് ഏതാണെന്ന് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. കാരണം ഇത് വാങ്ങിയിട്ട് ഇന്ന് തന്നെ നമ്മൾ തീർക്കത്തില്ലല്ലോ. കുറച്ച് ദിവസം എന്തായാലും ഫ്രിഡ്ജിലിരിക്കും. അപ്പോൾ ഏത് സാധനം എടുത്താലും ഞാൻ എക്സ്പയറി ഡേറ്റ് നോക്കിയിട്ട് എടുക്കത്തുള്ളൂ. ഇവിടെ നിന്നേ നമ്മൾ നോക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയിട്ട് ചിലപ്പോൾ പണി കിട്ടത്തില്ല. ചിലപ്പോൾ വീട്ടിൽ കൊണ്ടുപോയി ഓപ്പൺ ചെയ്യുമ്പോഴായിരിക്കും എക്സ്പയറി ഡേറ്റ് നോക്കുന്നത്. അപൂർവങ്ങളിൽ ചില സാധനങ്ങൾ, അത് മോറിയെന്നല്ല കേട്ടോ, വേറെ എവിടെന്നെങ്കിലും ഒക്കെ വാങ്ങുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങളായിരിക്കും. മോറിൽ നിന്ന് വാങ്ങുമ്പോഴെന്നല്ല ഞാൻ പറഞ്ഞത്, ചില കടകളിൽ നിന്ന് വല്ലപ്പോഴൊക്കെ ഇതുപോലെ ഒരു അബദ്ധം പറ്റും. അപ്പം നമ്മൾ ആദ്യമേ നോക്കിയിട്ട് വാങ്ങുകയാണെങ്കിൽ പിന്നെ അതും കൊണ്ട് വീണ്ടും നടക്കണ്ടല്ലോ. വീട്ടിൽ നിന്ന കോലത്തിലാണ് വന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മോറിൽ ഇറങ്ങണമെന്നോ ജിയിൽ പോകണമെന്നോ പ്ലാൻ ഉണ്ടായിരുന്നില്ല. പകുതി വഴിയിലെത്തിയപ്പോഴാണ് ജിയിലും പോവാം, സാധനങ്ങൾ സാൻഡ്വിച്ചും ബർഗറിൻ്റെ ഒക്കെ വാങ്ങാമെന്ന് കരുതി ഇങ്ങോട്ടേക്ക് തിരിച്ചത് കേട്ടോ. അതുകൊണ്ട് വീട്ടിൽ നിന്ന് വേഷത്തിൽ അതേപോലെ ഇറങ്ങിയിരിക്കുകയാണ്. ചെരുപ്പ് പോലും കൂറ ചെരുപ്പാണ് ഇട്ടിരിക്കുന്നത്. എന്തായാലും ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ, കിട്ടിയ സാധനങ്ങൾ മോറിൽ നിന്ന് എടുത്തു. എന്നിട്ടാണ് കുന്നിൽ പോയത് കേട്ടോ. എന്നാൽ ആദ്യമേ കുന്നിൽ പോയാൽ മതിയായിരുന്നു. അവിടെ എന്തെങ്കിലും എല്ലാം ഉണ്ടായിരുന്നേനെ. ചിലപ്പോൾ കുന്നിൽ കയറിയാലും ഇതുപോലെ കേട്ടോ, എല്ലാം ഉണ്ടാവണമെന്നില്ല. നമുക്ക് തിരുമല കുന്നിൽ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. പക്ഷേ മോറ് തിരുമലയില്ല, വട്ടിയൂർക്കാവിലാണ് മോറുള്ളത്. വട്ടിയൂർക്കാവിൽ തന്നെ കുന്നിൽ സൂപ്പർ മാർക്കറ്റും ഉണ്ട്. പക്ഷെ നമ്മൾ വാങ്ങുന്നത് തിരുമല സൂപ്പർ മാർക്കറ്റിൽ കുന്നിൽ നിന്നായതുകൊണ്ട് കുന്നിൽ തന്നെ തിരുമലയുള്ള കുന്നിൽ തന്നെ പോകാമെന്ന് കരുതി. ഞാൻ ബർഗർ പാറ്റി അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. വേദയ്ക്ക് ഈ പറഞ്ഞ പോലെ ഈ വക സാധനങ്ങളൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ പുറത്ത് നിന്ന് വാങ്ങി കൊടുത്താലും ഇതൊക്കെ തന്നെയാണ് കിട്ടുന്നത്. നമ്മൾ ഇങ്ങനെ പ്രിസർവേറ്റീവ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്റ്റോർ ചെയ്തൊക്കെ വെച്ച സാധനങ്ങൾ തന്നെയാണ് അവിടെയും കിട്ടുന്നത്. പിന്നെ വീട്ടിലായാലും അങ്ങനെയൊക്കെ തന്നെ. പക്ഷെ എന്നും കഴിക്കുന്നില്ലല്ലോ, വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതിയാണ് വാങ്ങുന്നത് കേട്ടോ. എന്നും സ്കൂൾ വിട്ട് വരുമ്പോൾ എന്തെങ്കിലും വേദയ്ക്ക് കഴിക്കാനായിട്ടൊക്കെ വേണം. അപ്പോൾ എന്നും ഇപ്പോൾ വടയായാലും നമ്മൾ ഉണ്ടാക്കുന്ന പരിപ്പുവടയായാലും ഉഴുന്നുവടയായാലും എന്ത് പഴംപൊരി ആയാലും എന്ത് സാധനമായാലും അതൊന്നും ഹെൽത്തി അല്ല. ഇതും ഹെൽത്തി അല്ല, ഒന്നും ഹെൽത്തി അല്ല. പിന്നെ വീറ്റ് ബ്രെഡൊക്കെ ആണെങ്കിൽ ഒരുവിധം ഹെൽത്തി ആണെന്ന് പറയാം. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ എന്തൊക്കെ നോക്കിയാലും എന്നും ഹെൽത്തി റെസിപ്പീസ് ട്രൈ ചെയ്യുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ല, നടക്കത്തില്ല. നമ്മൾ പിന്നെ ഈ കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒന്നും ഈ ഹെൽത്തി റെസിപ്പീസിന് ഉണ്ടാവത്തുമില്ല കേട്ടോ. പക്ഷേ അന്നത്തെ പനീർ ബ്രൗണീന്നോ കേക്കോ എന്നൊക്കെ വിളിക്കാവുന്ന സമീറ റെഡ്ഡിയുടെ ആ ഒരു റെസിപ്പി നല്ലതായിരുന്നു. പക്ഷേ നമുക്കിപ്പോൾ ഈ ഷുഗർ കട്ടൊക്കെ ചെയ്യുന്നവർക്ക്, ഡയറ്റ് ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു കേട്ടോ അത്. വേദയ്ക്കൊന്നും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായില്ല. അതുപോലെ ഈ ഹെൽത്തി റെസിപ്പീസ് അങ്ങനെ അധികം ഉണ്ടാവത്തുമില്ല, ഒന്നും ആകുമ്പോൾ മടുക്കുകയും ചെയ്യും. അതുകൊണ്ട് പിന്നെ ഞാൻ കരുതി ബർഗർ സാൻഡ്വിച്ച് സാൻഡ്വിച്ച് അതിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് കരുതിയാണ് ഈ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് കൂട്ടുന്നത്. അങ്ങനെ വാങ്ങിച്ച് കൂട്ടിയെന്നല്ല, ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങി കേട്ടോ. വളരെ കുറച്ച് സാധനങ്ങളെ വാങ്ങിയിട്ടുള്ളൂ. എങ്കിലും ബില്ല് വന്നപ്പോൾ അത്യാവശ്യം നല്ലൊരു ബില്ല് വന്നു. പിന്നെ എല്ലാം കുറച്ച് കൂടിയ സാധനങ്ങളായിരുന്നു. മയണൈസ് സ്പ്രെഡൊക്കെ നല്ലതാണ്. ഞാൻ
മീൻസ് എന്താ എന്താ മറ്റേ ചില്ലി മയണൈസ് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുള്ള അതൊക്കെയാണ് വാങ്ങിയത് കേട്ടോ. വലിയ വലിയ ബോട്ടിൽ നോക്കിയൊക്കെ വാങ്ങി. അപ്പോൾ അതിൻ്റേതായ വിലയും ഉണ്ടാവുമല്ലോ വലിയ ബോട്ടിൽസൊക്കെ ആകുമ്പോൾ. പിന്നെ സോയാ സോസൊക്കെ വീട്ടിൽ തീർന്നു, അതെല്ലാം വാങ്ങി. ഞാനിതെന്താ സംഭവം, ഞാൻ കരുതി മഷ്റൂം എന്തോ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാന്നേ. അപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ കായില്ലേ, ഏത്തങ്ക, പച്ചക്കായില്ലേ, പഴത്തിൻ്റെ അതിനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഒരു ബ്രൊക്കോളി എടുത്തു കേട്ടോ, കുഞ്ഞു ബ്രൊക്കോളി നാളെ സൂപ്പ് ഉണ്ടാക്കാമെന്ന് കരുതി എടുത്തതാണ്. ബ്രൊക്കോളി ഏട്ടന് വേണ്ട, എനിക്കൊന്നും വേണ്ട. പറഞ്ഞ് തോരൻ വെക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കൊന്നും വേണ്ട. പറഞ്ഞ് സൂപ്പ് ഉണ്ടാക്കിയാലോ, സൂപ്പ് ഉണ്ടാക്കിയാൽ കുടിക്കുക, സൂപ്പ് ഏട്ടന് ഇഷ്ടം കേട്ടോ, ബ്രൊക്കോളി സൂപ്പ്. അങ്ങനെ ബ്രൊക്കോളി സൂപ്പൊക്കെ എടുത്തു. പിന്നെ മയണൈസും സോയ സോസ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് സ്പ്രെഡുകളെല്ലാം എടുത്തു. പിന്നെ എന്താ ഇവിടെ നിന്ന് അത്രയൊക്കെ എടുത്തോളൂ കേട്ടോ. പുറത്ത് മഴയില്ലാന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, നല്ല മഴ പുറത്ത്. അപ്പോൾ എന്താണ് സാധനങ്ങളെല്ലാം എടുത്ത് നേരെ വീട്ടിൽ പോയി. വീട്ടിൽ പോയിട്ട് ഇന്നിപ്പോൾ വേദം ഉണ്ടാക്കുന്നുണ്ടോയെന്ന് അറിയില്ല, എനിക്ക് വയ്യ എന്തായാലും ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ വേദം ഉണ്ടാക്കുകയാണെങ്കിൽ വേദ വീഡിയോ എടുക്കും കേട്ടോ, ബർഗറൊക്കെ ഉണ്ടാക്കുന്നത്. അവളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അവൾ പബ്ലിഷ് ചെയ്യും കേട്ടോ, യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ അവൾക്ക് അക്കൗണ്ടൊക്കെ ഉണ്ട്. വേദ മനോജ് എന്ന് തന്നെയാണ് പേര്. അത്യാവശ്യം ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉള്ള പേജുകൾ തന്നെയാണ്. പക്ഷേ എനിക്കും റെഗുലറായിട്ട് വീഡിയോസൊക്കെ ഇടണമെന്നുണ്ട്. പക്ഷെ നമ്മൾ വീഡിയോയിലേക്ക് തിരിഞ്ഞാൽ പിന്നെ ശ്രദ്ധയെല്ലാം അങ്ങോട്ടേക്കാവും, പഠിത്തമൊന്നും നടക്കത്തില്ല. അതുകൊണ്ടാണ് വല്ലപ്പോഴോ പറ്റുമ്പോഴൊക്കെ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ചെയ്തിടുന്നത്. എന്നിട്ട് വീട്ടിൽ വന്നപ്പോഴേക്കും മിനിയാൻറ്റിയുടെ കൊച്ചുമോൻ കണ്ണനും നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരം കാണുന്ന ആളാട്ടോ, കണ്ണനും ഒക്കെ ഇവിടെ നിന്ന് കുറച്ച് സമയം കാര്യമൊക്കെ പറഞ്ഞ് നിന്ന് ഇരുട്ടിയപ്പോൾ എൻഡിങ് വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി. നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ എൻഡിങ് വീഡിയോ ഇതായിട്ട് കണക്കാക്കിക്കൊണ്ട് ഇന്നത്തെ കുഞ്ഞു വീഡിയോ നമുക്കിവിടെ എൻഡ് ചെയ്യാം. എല്ലാവർക്കും ഈ കുഞ്ഞു വിശേഷം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടാറ്റാ, ബൈ.